മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺഗോയിങ് സപ്പോർട്ട് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ വഴി എടുത്തുനിന്നാണ് ഒരു കസ്റ്റമർ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ ആ ക്ലയന്റിന് എത്ര കാലമാണോ, അതായത് കസ്റ്റമറിന് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും, കാരണം മാർക്കറ്റ് കണ്ടീഷൻസ് എന്താണെന്നുള്ളതും ഒരു പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള മാർക്കറ്റ് റിലേറ്റഡ് എന്ത് ക്വറീസ് വന്നാലും ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമുക്ക് ആ കസ്റ്റമറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ ബെറ്റർ ഗൈഡൻസോട് കൂടി പ്ലാൻ ചെയ്യുക. അപ്പോൾ ഗൈഡൻസ് ത്രൂ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫണ്ട്സ് സേഫ് ആയിട്ട് വെക്കാനും കഴിയും, നമ്മുടെ ഫണ്ട്സ് ഉപയോഗിച്ച് നല്ലൊരു ബെറ്റർ റിട്ടേണും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ പ്ലാൻ യുവർ ഇൻവെസ്റ്റ്മെന്റ് അക്കോർഡിംഗ്ലി.